ഹായ് എവരി വൺ. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ ഹാർട്ടിൽ കൂടെയുള്ള ബ്ലഡ് സർക്കുലേഷനെ പറ്റിയാണ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇതെൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതനുസരിച്ച് ഈ ഹാർട്ടിൽ കൂടെയുള്ള ബ്ലഡ് സപ്ലൈയും ഒന്ന് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട്, പ്രത്യേകിച്ച് ചെറിയ ക്ലാസ്സുകളിൽ സർക്കുലേഷനൊക്കെ പഠിച്ചു തുടങ്ങിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ നഴ്സിംഗ് അല്ലെങ്കിൽ അതുപോലത്തെ ഹെൽത്ത് പ്രൊഫഷൻസ് പഠിക്കാൻ ആരംഭിച്ച, അനാട്ടമിയൊക്കെ പഠിക്കാൻ ആരംഭിച്ച കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഈ ഹാർട്ടും അതിനകത്തൂടെയുള്ള ബ്ലഡ് സർക്കുലേഷനും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വിചാരിക്കുന്നത്. നമുക്കറിയാം, ഈ ഹാർട്ട് നമ്മളുടെ തൊറാസിക് ക്യാവിറ്റി അല്ലെങ്കിൽ ചെസ്റ്റ് ക്യാവിറ്റിയിലാണ് ഇരിക്കുന്നത്. രണ്ട് ലങ്സിന്റെ ഇടയ്ക്കായിട്ട് മീഡിയ സ്റ്റൈനം എന്ന ഒരു ചെറിയ ഒരു സ്പേസിലാണ് ഈ ഹാർട്ട് ഇരിക്കുന്നത്. പിന്നെ ഹാർട്ട് ഒരു ലെഫ്റ്റ് സൈഡിലാണ് എന്ന് നമ്മൾ പറയും, പക്ഷെ യഥാർത്ഥത്തിൽ ഹാർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് കുറച്ച് ചെരിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ എപ്പെക്സ് പോർഷൻ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഹാർട്ടിന് മെയിനായിട്ട് 4 ചേംബേഴ്സ് ആണുള്ളത്. മുകളിൽ 2 ഏട്രിയ, താഴെ 2 വെൻട്രിക്കിൾസ്. അതുപോലെ ഹാർട്ടിന് 2 സൈഡ്, ഒരു ലെഫ്റ്റ് സൈഡ് ഉണ്ട്, ഒരു റൈറ്റ് സൈഡ് ഉണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഈ ലെഫ്റ്റ് സൈഡ് ഓൾവേസ് ഡീൽ വിത്ത് ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ പ്യൂരിഫൈഡ് ബ്ലഡ്. അതുപോലെ റൈറ്റ് സൈഡിൽ എപ്പോഴും ഡീഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുതലുള്ള ബ്ലഡ് ആണ് റൈറ്റ് സൈഡിൽ ഉള്ളത്. വീണ്ടും ഈ 4 ചേംബേഴ്സിനെ പറ്റി പറഞ്ഞാൽ, ഈ ഏട്രിയ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയ ഓൾവേസ് റിസീവ് ബ്ലഡ്, ആൻഡ് വെൻട്രിക്കിൾസ്, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓൾവേസ് സെൻഡ് ബ്ലഡ് ഔട്ട്സൈഡ്. ഇനി നമ്മൾ സർക്കുലേഷനെ പറ്റി ചെറുതായി ഒന്ന് പറയാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ, സർക്കുലേഷൻ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഹാർട്ടിൽ നിന്ന് പുറപ്പെടുന്ന ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് തന്നെ എത്തുന്നു. അപ്പം നമ്മൾക്ക് ഒരു കാർഡിയാക് സൈക്കിൾ അല്ലെങ്കിൽ ഒരു സർക്കുലേഷൻ, ഈ ഒരു ഹാർട്ടിൽ നിന്ന് പുറപ്പെട്ട ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് തിരിച്ചെത്തുന്ന ആ ഒരു പ്രക്രിയയെ നമ്മൾ പറയുന്ന പേരാണ് ഒരു കാർഡിയാക് സൈക്കിൾ. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിന് ഞാൻ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്കറിയാം, അവിടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ ആണ് ഏറ്റവും ഫോഴ്സ്ഫുള്ളി ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് പുറപ്പെടുന്ന ബ്ലഡ് അയോർട്ട വഴി, അയോർട്ടയാണ് ഒരു ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു ആർട്ടറി. ആ അയോർട്ട വഴി ബോഡിയിലെ എല്ലാ ഓർഗൻസിലേക്കും ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു. ഓക്കെ, ആ അയോർട്ടയ്ക്ക് 3 ഭാഗങ്ങളുണ്ട്. ഒന്ന് അസെൻഡിങ്, മുകളിലേക്ക് ഉയരുന്ന ഈ ഭാഗത്തിനെ അസെൻഡിങ് അയോർട്ട എന്നും, ഈ വളഞ്ഞ് ഇരിക്കുന്ന ഈ ഭാഗത്തിനെ ആർച്ച് ഓഫ് അയോർട്ട എന്നും, പിന്നെ അവിടുന്ന് താഴേക്ക് പോകുന്ന ഭാഗത്തിനെ ഡിസെൻഡിങ് അയോർട്ട എന്നും പറയുന്നു. പിന്നെ ഈ അയോർട്ട താഴേക്ക് ചെന്ന് കഴിയുമ്പോൾ അത് പല ഓർഗൻസിലേക്കും ഉള്ള ബ്ലഡ് വെസൽസ് ആയിട്ട് അതിൻ്റെ പേരോടുകൂടി ആർട്ടറീസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. വീണ്ടും ഈ ആർട്ടറീസ് ചെറിയ ആർട്ടറീസും അതുപോലെ ആർട്ടീരിയോൾസ് വീണ്ടും ചെറിയ വെസൽസ് ആയിട്ട് തിരിയുന്നു. ഈ ആർട്ടീരിയോൾസ് ചെന്ന് എൻഡ് ചെയ്യുന്നത് ക്യാപ്പില്ലറീസ് എന്ന് പറയുന്ന തീരെ മൈന്യൂട്ട് ആയിട്ടുള്ള സിംഗിൾ ലെയർ വോളുള്ള ബ്ലഡ് വെസൽസിലാണ്. ഈ ക്യാപ്പില്ലറീസിൽ ചെറിയ ഹോൾസ് അല്ലെങ്കിൽ ചെറിയ തുളകളുണ്ട്. അപ്പോൾ ആ ഹോൾസിലൂടെയാണ് ഈ നമ്മളുടെ ഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള, അയോർട്ട വഴി പുറപ്പെടുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡിലുള്ള ഓക്സിജനും മാത്രമല്ല അതിനകത്ത് ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ട്. അത് നമ്മളുടെ ഇന്റർസ്റ്റീഷ്യൽ അല്ലെങ്കിൽ സെൽസിനിടയിലുള്ള സ്പേസിലേക്കും അവിടെ നിന്ന് സെല്ലിലേക്കും പോകുന്നത് ഈ ക്യാപ്പില്ലറീസ് വഴിയാണ്. അതുപോലെ സെൽസിനകത്ത് ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്ട്സ് തിരിച്ച് ക്യാപ്പില്ലറീസിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ അങ്ങനെ ഈ ക്യാപ്പില്ലറിയിലാണ് ഒരു എക്സ്ചേഞ്ച് ഓഫ് ന്യൂട്രിയൻസ്, ഓക്സിജൻ, അതുപോലെ തന്നെ തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വേസ്റ്റ് പ്രോഡക്ട്സ് സംഭവിക്കുന്നത്. ഇനി ഇവിടുന്ന് ഈ ക്യാപ്പില്ലറീസ് വീണ്ടും കൂടിച്ചേർന്ന് ചെറിയ വെന്യൂൾസ് ആകുന്നു. വെന്യൂൾസ് ചെറിയ വെയിൻസും അത് കൂടിച്ചേർന്ന് ലാർജർ വെയിൻസും ആകുന്നു. അത് പല ലാർജർ വെയിൻസ് കൂടിച്ചേർന്ന് ഇൻഫീരിയർ വീന കാവയിലേക്ക്,
ഇൻഫീരിയർ ആൻഡ് സുപ്പീരിയർ വീന കാവ, രണ്ട് മേജർ വെയിൻസ് ഇൻ ദ ബോഡി അല്ലെങ്കിൽ ഹാർട്ടിൽ വന്ന് എൻഡ് ചെയ്യുന്ന രണ്ട് മേജർ വെയിൻസ് ആണ് ഇൻഫീരിയർ വീന കാവ ആൻഡ് സുപ്പീരിയർ വീന കാവ. ഈ രണ്ട് വെയിൻസിലൂടെ ഈ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ വന്ന് എത്തുന്നു. വീണ്ടും ഇവിടുന്ന് റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് പോകുന്നു. അപ്പോൾ ഈ റൈറ്റ് ഏട്രിയത്തിനും റൈറ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്ക് ഒരു വാൽവ് ഉണ്ട്. അതിനെ നമ്മൾ റൈറ്റ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് എന്ന് വിളിക്കും. ഈ റൈറ്റ് വെൻട്രിക്കിളിൽ വന്ന ബ്ലഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. അതുകൊണ്ടാണ് ഇതിനെ ഇവിടെ ഒരു ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമനറി ആർട്ടറി വഴി, റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് തുടങ്ങുന്ന ബ്ലഡ് വെസലാണ് പൾമനറി ആർട്ടറി. അത് തുടങ്ങുന്നിടത്ത് ഒരു പൾമോണിക് വാൽവ് ഉണ്ട്. ഈ വാൽവ്സ് എപ്പോഴും ഈ ബ്ലഡിന്റെ ഫ്ലോ ഒരു വശത്തേക്ക്, ഒരു ഡയറക്ഷനിൽ മാത്രം ആക്കി റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. ഒരു നോർമലി വർക്ക് ചെയ്യുന്ന, ഫങ്ഷൻ ചെയ്യുന്ന ഒരു വാൽവില് ഒരിക്കലും ബ്ലഡിന് പുറകിലേക്ക് ബാക്ക് ഫ്ലോ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പൾമോണിക് വാൽവ് വഴി പൾമനറി ആർട്ടറിയിലേക്ക് പ്രവേശിക്കുന്ന ബ്ലഡ്, ഈ പൾമനറി ആർട്ടറി വീണ്ടും രണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പൾമനറി ആർട്ടറി അങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് തിരിയുന്നു. എന്നിട്ട് അത് ലങ്സിലേക്ക് ചെല്ലുന്നു. ഈ ലങ്സിൽ ആണ് ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അവിടെ ഓക്സിജനേറ്റഡ് ആയി മാറുന്നു. കാരണം ലങ്സിൽ വെച്ചിട്ട് കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോയി കൊടുത്ത് ഓക്സിജനെ തിരിച്ചു മേടിക്കുന്നു. ഇനി ഈ ലങ്സിൽ നിന്ന് വീണ്ടും നമ്മളുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പൾമനറി വെയിൻസ് ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡിനെ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നമ്മൾ പൊതുവെ പറയുന്നത് രണ്ട് തരത്തിലുള്ള ബ്ലഡ് വെസൽസ് ഉണ്ട്. ആർട്ടറീസ് ഉണ്ട്, അതുപോലെ വെയിൻസ് ഉണ്ട്. ജനറലി ആർട്ടറീസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് വെയിൻസ് ക്യാരി ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അയോർട്ട ഒരു മേജർ ആർട്ടറിയാണ്. അത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത്. അതേസമയം നമ്മൾ പൾമനറി ആർട്ടറി ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. അപ്പോൾ ഒരു മേജർ ആർട്ടറി വിച്ച് ക്യാരീസ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ഏതാണെന്ന് ചോദിച്ചാൽ അത് പൾമനറി ആർട്ടറിയാണ്. അതുപോലെ തന്നെ പൾമനറി വെയിൻസ്, there are 4 pulmonary veins, 2 from each lung. ഓക്കെ, രണ്ടെണ്ണം, ഒരു ലങ്ങിൽ നിന്ന് 2 പൾമനറി വെയിൻസ് വീതം 4 പൾമനറി വെയിൻസ് ആണ് നമ്മളുടെ ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കൊണ്ടുവരുന്നത്. ഓക്കെ, വീണ്ടും ഓർത്തിരിക്കുക, പൾമനറി വെയിൻസ് ക്യാരി ഓക്സിജനേറ്റഡ് ബ്ലഡ്. ഇനി അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പോൾ ഈ ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയ്ക്കുള്ള വാൽവിന്റെ പേരാണ് ലെഫ്റ്റ് ഏട്രിയോ വെൻട്രിക്കുലർ വാൽവ് അല്ലെങ്കിൽ മിട്രൽ വാൽവ് എന്ന പേരിലാണ് അത് അറിയപ്പെടുന്നത്. ഇനി ഈ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡ് വീണ്ടും അയോർട്ട വഴി തിരിച്ച് ബോഡിയിലേക്ക് പോകുന്നു. ഓക്കെ, അപ്പൊ ഈ സർക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അതുപോലെ ഈ ഹാർട്ടിന്റെ സ്ട്രക്ചറിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ ഹാർട്ട് നമ്മൾ ഒരു സാധാരണ പറയുന്ന ഒരു മസ്കുലർ ഓർഗൻ എന്ന് പറയും. പക്ഷെ ഹാർട്ടിന്റെ വോളിന് 3 ലെയേഴ്സ് ആണുള്ളത്. ഏറ്റവും പുറത്തെ ലെയറിനെ നമ്മൾ പെരികാർഡിയം എന്ന് പറയും. നടുക്കുള്ള ലെയർ മയോകാർഡിയം ആൻഡ് ഇന്നർ മോസ്റ്റ് ലെയർ എൻഡോകാർഡിയം. ഇത് ഇങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഹാർട്ട് മെയിനായിട്ടും ഒരു പമ്പിങ് ഓർഗനാണ്. ഹാർട്ട് തുടർച്ചയായിട്ട് നമ്മൾ ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും നടക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ഹാർട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ പറ്റി വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.